പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് സിജു കാശപ്പള്ളി. ഞാൻ അങ്കമാലിക്കടുത്ത് ചമ്പന്നൂർ സെൻറ്റ് റീത്താസ് ഇടവകയിൽ നിന്നാണ് വരുന്നത്. പരിശുദ്ധ കൃപാസന മാതാവിലൂടെ ഈശോ ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയ മാനസാന്തരത്തിൻ്റെ രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളുടെ കുടുംബം ഇവിടെ ആയിരിക്കുന്നത്. 2023 ഓഗസ്റ്റ് മാസം 6-ാം തീയതിയാണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ ഒരു സാഹചര്യം, ഒരു പ്രധാന സാഹചര്യം 2020-21 കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ ചേച്ചിയുമായിട്ട് സംസാരിക്കുമ്പോൾ, എൻ്റെ ചേച്ചിയും കുടുംബവും അയർലൻഡിലാണ്, ഞാനും എൻ്റെ കുടുംബവും സ്വിറ്റ്സർലൻഡിലാണ് താമസിക്കുന്നത്. ഞാൻ ചേച്ചിയുമായിട്ട് സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ കോൺവെർസേഷൻ, ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, ആ ഒരു സംഭാഷണം അവസാനിക്കുന്നത് അപ്പച്ചൻ്റെ ആത്മീയവും ഭൗതികവുമായ ഒരു മാറ്റത്തിന് വേണ്ടി അങ്ങനെയുള്ള ഒരു ടോപ്പിക്കിൽ അവസാനിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അതിനു വേണ്ടിയാണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നതും കൃപാസനത്തിൽ വന്ന് ഇവിടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നതും. ഓഗസ്റ്റ് മാസം ഞാൻ ഉടമ്പടി വെച്ചു. ഞാനും ചേച്ചിയും സംസാരിച്ച്, അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അപ്പച്ചൻ ഒരു കാമൻ ക്വയറ്റായിട്ടുള്ളൊരു വ്യക്തിയാണ്, വളരെ ശാന്ത സ്വഭാവമാണ്. പക്ഷേ പെട്ടെന്ന് ദേഷ്യം വരും, ഷോർട്ട് ടെമ്പേർഡാണ് ചില സമയത്ത്. അതുപോലെ തന്നെ ചില പിടിവാശികളുണ്ട്. ആ കാലഘട്ടങ്ങളിൽ TV-ക്ക് അഡിക്റ്റഡ് ആയിരുന്നു. അപ്പച്ചൻ പള്ളിയിൽ പോകാൻ, കൊറോണയ്ക്ക് ശേഷം പള്ളിയിൽ പോകാൻ കുറച്ച് മടിയായിരുന്നു. അതുപോലെ തന്നെ അപ്പച്ചന് തണുപ്പ് വേണം, അമ്മച്ചിക്ക് തണുപ്പ് വേണ്ട. അപ്പോൾ ഒരാൾക്ക് AC വേണ്ട, ഒരാൾക്ക് AC വേണം, രണ്ടുപേരും 2 മുറിയിലാണ് കിടക്കുന്നത്. അങ്ങനെ ഇതിനെല്ലാത്തിനും എനിക്ക് ഒരു പരിഹാരം വേണം, ഒരു സൊല്യൂഷൻ വേണം. അതിനു വേണ്ടിയാണ് ഞാൻ ഈ കൃപാസന മാതാവിൻ്റെ നടയിൽ വന്ന് ഉടമ്പടി എടുത്ത് ആ 6 നിയോഗങ്ങളിൽ ആദ്യത്തെ നിയോഗമായിട്ട് ഞാൻ എഴുതുന്നത്. ആ നിയോഗം എഴുതി, സ്നേഹമുള്ളവരെ, 4-ാമത്തെ മാസം മുതൽ അപ്പച്ചനിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അമ്മച്ചി വിളിച്ച് പറയും, അപ്പച്ചൻ്റെ ഓരോ കാര്യങ്ങൾ. ഞങ്ങളുടെ വീടിനടുത്ത് വിൻസെൻഷൻ സഭയുടെ ഹൗസുണ്ട്, അവിടെ വൈദികരുണ്ട്. അപ്പച്ചൻ അവിടെ പോയി കുമ്പസാരിക്കുന്നു. ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ വെള്ളിയാഴ്ച വൈകിട്ടാണ് കുർബാന, നൊവേനയുണ്ട്, ആരാധനയുണ്ട്. അപ്പച്ചൻ അതിൽ പങ്കെടുക്കുന്നു. ഞായറാഴ്ചകളിൽ കുർബാനയ്ക്ക് പോകുന്നു. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നു, ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങൾ കണ്ടു. അപ്പോൾ ഞങ്ങൾക്ക് കുടുംബത്തിന് വളരെയധികം സന്തോഷമായി. ഞാൻ ചേച്ചിയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾ പരസ്പരം പറഞ്ഞു, കൃപാസന മാതാവ് ഇടപെട്ട് തുടങ്ങി. അതോടൊപ്പം തന്നെ ഒരു സെൻറ്റൻസും കൂടി ഞാൻ ആഡ് ഓൺ ചെയ്തു ഞങ്ങളുടെ കോൺവെർസേഷനിൽ. ജോസഫ് അച്ഛൻ ഇവിടെ ഉടമ്പടി ധ്യാനത്തിൽ മിക്കപ്പോഴും പറയുന്നതാണ്, മാതാവ് ഇടപെട്ട് തുടങ്ങിയോ അടുത്തതായി വരുന്നത് ഒരു വലിയ വേദനയായിരിക്കും ചിലപ്പോൾ. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലും സംഭവിച്ചു. അപ്പച്ചനിൽ ഈ മാറ്റങ്ങൾ വരുന്നത് 2024 ഫെബ്രുവരി മാസത്തിലാണ്. 2024 മാർച്ച് മാസം 22-ാം തീയതി അപ്പച്ചനും അമ്മച്ചിയും പള്ളിയിൽ പോയി കുർബാന കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുടുംബ പ്രാർത്ഥനയും കഴിഞ്ഞ് അപ്പച്ചൻ എന്നെയും ചേച്ചീനെ അന്വേഷിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഓരോ മുറികളിൽ കയറിയിട്ട് കബോർഡുകൾ തുറന്ന് ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരിക്കലും കാണാത്ത ഒരു പെരുമാറ്റ രീതി. പിറ്റേ ദിവസം, തൊട്ടടുത്ത ദിവസം തന്നെ അപ്പച്ചനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാ ടെസ്റ്റും ചെയ്തു. അവസാനം CT സ്കാൻ ചെയ്തു. ഡോക്ടർ കൺഫേം ചെയ്തു അപ്പച്ചന് മൈൽഡ് സ്ട്രോക്കാണ്. ഈ ന്യൂസ് അപ്പം തന്നെ എനിക്ക് കിട്ടി. ഞാൻ ഓഫീസിലായിരിക്കുന്നത്. ഞാൻ ഓഫീസിൽ നിന്ന് പയ്യെ വീട്ടിലേക്ക് ചെന്നു. വീട്ടിലൊരു കൃപാസന മാതാവിൻ്റെ സ്റ്റാച്യു ഉണ്ട്. ആ സ്റ്റാച്യുവിൻ്റെ മുമ്പിൽ ഞാൻ പോയി നിന്നു. സാധാരണ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നതാണ് പരാതികളായിട്ട്. പക്ഷേ ഈ തവണ പരാതിയൊന്നും പറഞ്ഞില്ല. കൃപാസന മാതാവിൻ്റെ ആ സ്റ്റാച്യുവിൻ്റെ മുൻപിൽ ഞാൻ പോയി നിന്നു. ഞാൻ എന്നിട്ട് അമ്മയോട് പറഞ്ഞു, അപ്പച്ചനിലെ ആത്മീയവും ഭൗതികവുമായ കുറച്ച് മാറ്റങ്ങൾക്ക് വേണ്ടി അമ്മയുടെ നടയിൽ വന്ന് ഉടമ്പടി എടുത്ത് ആദ്യത്തെ നിയോഗം ആയിട്ട് ഞാൻ എഴുതി, അമ്മ ഒരു സ്ട്രോക്കിലൂടെയാണ് എൻ്റെ അപ്പൻ്റെ ഈ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ ഉടമ്പടി ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ്, ഉടമ്പടി കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. അന്ന് തന്നെ പിറ്റേ ദിവസം ഞാൻ ഡോക്ടറെ വിളിച്ചു. ഡോക്ടറായിട്ട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, 6 ദിവസം ഇവിടെ ലിറ്റിൽ LF ഹോസ്പിറ്റലിൽ അങ്കമാലിൽ 6 ദിവസം ഇവിടെ അപ്പച്ചൻ കിടക്കണം. നിങ്ങൾ 6-ാം ദിവസം അപ്പച്ചനെ ഡിസ്ചാർജ് ചെയ്യുന്നത് കണ്ടു വന്നാൽ മതി. അന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത്. കാരണം അപ്പച്ചൻ ഇത്തിരി വയലൻ്റ് ആ ബിഹേവിയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കാരണം
ഈ സ്ട്രോക്ക് വന്നത് ബ്രെയിനിൽ സ്റ്റെമ്മും തലാമസ് എന്ന് പറഞ്ഞ 2 ഏരിയയിലാണ്. അതൊന്ന് മെമ്മറീനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ആ ബ്ലീഡിങ് ഉള്ളത് കൊണ്ട് അപ്പച്ചൻ ആ വയലൻറ്റ് ബിഹേവിയറിലേക്ക് പോകുന്നത്. ഞാൻ അവിടുന്ന് ബുക്ക് ചെയ്തു. അപ്പച്ചനെ 6-ാം ദിവസം ഡിസ്ചാർജ് ചെയ്തു. അപ്പച്ചൻ വീട്ടിലേക്ക് വരുന്നത് ഒരു പെസഹ വ്യാഴാഴ്ചയാണ്. അന്ന് വൈകുന്നേരം ഞാനും എത്തി. ദുഃഖ വെള്ളിയാഴ്ചയും ദുഃഖ ശനിയാഴ്ചയും അപ്പച്ചൻ ശാന്തനായിരുന്നു. പക്ഷേ ഈസ്റ്റർ ഞായർ പിറ്റേ ദിവസം തിങ്കളാഴ്ചയും രാത്രിയും പകലും അപ്പച്ചൻ 1 മിനിറ്റ് പോലും ഉറങ്ങിയിട്ടില്ല. 1 മിനിറ്റ് പോലും ഉറങ്ങാതെ ആയിക്കഴിഞ്ഞപ്പോൾ അപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു, നിങ്ങൾ എന്തും പ്രതീക്ഷിച്ച് പോയാൽ മതി. അന്ന് തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് ഒരു വൈകുന്നേരം 5 മണി ആയപ്പോഴേക്കും അപ്പച്ചൻ്റെ ബിഹേവിയർ ടോട്ടലി ചേഞ്ചായി. കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അപ്പച്ചനെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കി. 20 ദിവസത്തോളം അപ്പച്ചൻ അവിടെ കിടന്നു. ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 20 വരെ. ആ ദിവസങ്ങളിലെല്ലാം പല വ്യക്തികളും, ബന്ധുക്കളുണ്ട്, ഫ്രണ്ട്സുണ്ട്, ഡോക്ടേഴ്സുണ്ട്, പലരും വന്ന് അപ്പച്ചനെ കാണുന്നുണ്ട് ഹോസ്പിറ്റലിൽ വന്ന്. അവരെല്ലാവരും ഓരോന്ന് പറയേണ്ടത് ഇങ്ങനെ അങ്ങോട്ട് പോകുള്ളൂ. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഞാൻ അവരുടെ അടുത്ത് മറുതലിക്കാനോ അല്ലെങ്കിൽ വിപരീതം പറയാനോ നിന്നില്ല. ഞാൻ ഒരൊറ്റ കാര്യമേ പറഞ്ഞോളൂ. ഞാൻ കൃപാസന മാതാവിൻ്റെ നടയിൽ വന്ന് ഉടമ്പടി എടുത്ത വ്യക്തിയാണ്. ആ ഉടമ്പടിയിൽ കൂടെ മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ്. അതിലൊരു മാറ്റവും ഇല്ല. ഇതൊരു പരീക്ഷണോ, ഈ പരീക്ഷണത്തിൽ ഞങ്ങൾക്ക് വിജയിച്ചേ മതിയാകൂ. അതാ ഞാൻ ഓരോരുത്തരോടും പറഞ്ഞുകൊണ്ടിരുന്നത്. 4 ഡോക്ടേഴ്സാണ് അപ്പച്ചനെ ചികിത്സിച്ചുകൊണ്ടിരുന്നത്. ന്യൂറോ ഉണ്ട്, ജനറൽ മെഡിസിൻ ഉണ്ട്, സ്കിന്നിൻ്റെ ഒരു ഡോക്ടറുണ്ട്, പിന്നെ സൈക്കാട്രി ഉണ്ട്. സൈക്കാട്രി ജോസഫ് ഡോക്ടറാണ്. ആ ഡോക്ടർ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്, അതായത് നിൻ്റെ അപ്പന് മാനസികമായിട്ടൊന്നുമില്ല, പക്ഷേ ഈ ബ്ലീഡിങ് വന്നതുകൊണ്ട് അത് പോകുന്നവരെയും ഈ ഒരു ബിഹേവിയർ അത് നമ്മൾ കൺട്രോൾ ചെയ്തേ മതിയാകൂ. അപ്പോൾ അപ്പച്ചനെ ശാന്തനാക്കാനായിട്ട് ക്യുറ്റിപ്പിൻ എന്ന് പറഞ്ഞൊരു മെഡിസിനാണ് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇവിടുന്ന് കിട്ടുന്ന റിപ്പോർട്ടുകളെല്ലാം ഞാൻ അവിടെ സ്വിറ്റ്സർലൻഡിലേക്ക് വിടും. അവിടെ കുറച്ച് ഡോക്ടേഴ്സായിട്ട് പരിചയമുണ്ട്. അവരും അത് കൺഫേം ചെയ്ത് എനിക്ക് തരുന്നുണ്ട്. പക്ഷേ എൻ്റെ സംശയം കൊണ്ടാണ് ഞാനതൊക്കെ വിടുന്നത്. ഞാനിവിടെ അടിയുറച്ച് തന്നെ വിശ്വസിച്ചാണ് നിൽക്കുന്നത്. ആ നിമിഷങ്ങളിൽ എനിക്ക് തോന്നുന്നത് സൈക്കാട്രി ഡോക്ടർ പറഞ്ഞു, ഒരു 25 മില്ലിഗ്രാം ഈ ക്യുറ്റിപ്പനിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 2 ദിവസം കൊടുത്തു. 1 മിനിറ്റ് പോലും അപ്പച്ചൻ ഉറങ്ങില്ല. അപ്പച്ചൻ ഓരോ മുറികളിലും കയറും, കോറിഡോറിൽ കൂടെ ഇങ്ങനെ നടക്കും. രാത്രിയും പകലും അപ്പച്ചൻ ഉറങ്ങുന്നില്ല. പിറ്റേ ദിവസം 50 ഡോസാക്കി. എന്നിട്ടും ഒരു അനക്കമില്ല. അത് 75ആയി, 100ആയി, 125ആയി, 150ആയി, 200 മില്ലിഗ്രാമായി. അവസാനം ഡോക്ടർ തന്നെ സങ്കടമായി, ഇനി എന്താ ചെയ്യുന്നത്? ഇതെന്താ നിൻ്റെ അപ്പൻ ഉറങ്ങാത്തതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. സാധാരണ 25 മില്ലിഗ്രാം കഴിച്ചു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകുന്ന വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി അവരുടെ സംസാരത്തിൽ നിന്ന്, ഇനി ഇവിടെ ആളെ കീപ്പ് ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വേണമെങ്കിൽ പോയിക്കോ എന്നുള്ളൊരു കാര്യമാണ്. അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം ഏകദേശം ഒരു 9 മണി ആയിട്ടുണ്ടാവും വൈകിട്ട്. ഞങ്ങളൊരു ഡബിൾ റൂമാണ്. അവിടെ അമ്മച്ചിയുണ്ട്, ഞാനൊരു ബെഡിലാണ്. അവിടെ ഇരുന്നാണ് കുടുംബ പ്രാർത്ഥനയും ആ കുടുംബ പ്രാർത്ഥനയുടെ ഒപ്പം തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും മാതാവിനോടുള്ള കൊന്തയും ഇതെല്ലാം ഞങ്ങൾ ചൊല്ലിക്കൂട്ടുന്നത്. അപ്പച്ചൻ കിടക്കുന്നുണ്ട്, അപ്പച്ചൻ ഉറങ്ങുന്നില്ല, ഞാനും കിടക്കുന്നുണ്ട്. അപ്പച്ചൻ ഇടതുവശത്താണ് കിടക്കുന്നത്, ഞാൻ വലതുവശത്താണ് കിടക്കുന്നത്, അപ്പുറത്തൊരു സിംഗിൾ ബെഡിൽ. ഞാൻ കിടക്കുന്ന ഭിത്തിയുടെ മുകളിലായിട്ട് ഒരു ക്രൂശിത രൂപമുണ്ട്. അപ്പം ഞാൻ എന്ത് വേദന ജീവിതത്തിൽ വന്നാലും സഹനം വന്നാലും കൊന്തയെടുക്കും. ആ കൊന്തയിൽ ഈ കൃപാസന മാതാവിൻ്റെ മെഡലുണ്ട്. ഓരോ വേദന ഇങ്ങനെ മുറുകി വരുമ്പോഴും മുറുക്കം കൂടും. ഞാൻ കരഞ്ഞുകൊണ്ടാണ് കിടക്കുന്നത് ആ ക്രൂശിത രൂപത്തിൽ നോക്കിയിട്ട്. എന്നിട്ട് മാതാവിനെ നോക്കിയിട്ട് മാതാവിനോട് പറയുന്നുണ്ട്, അമ്മയുടെ നടയിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തതാ. അമ്മ ഗാഗുൽത്താമലയിൽ മരക്കുരിശിൽ 3 ആണികളിൽ നിൻ്റെ ആ മകൻ തൂങ്ങിക്കിടന്നപ്പോൾ ആ കുരിശിന് ചുവട്ടിൽ നീ ഉണ്ടായിരുന്നു. ഇന്ന് അതേ കുരിശിൻ്റെ ചുവട്ടിൽ ഞാനും എൻ്റെ അപ്പനും കിടപ്പുണ്ട്. അമ്മ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം, അമ്മ ഇടപെടണം, അമ്മ ഒന്ന് എന്തെങ്കിലും ഒന്ന് സംസാരിക്കണമെന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നത് 14 ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ജോലിയുണ്ട്, ആ ജോലി അതിൻ്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ട്. 14ാമത്തെ ദിവസം അന്ന് രാത്രി എനിക്ക് തോന്നുന്നു ഒരു 9:30 ആയപ്പോൾ ഞാനൊന്ന് മയങ്ങിപ്പോയപ്പോൾ ഒരു വചനമാണ് എൻ്റെ ചെവികളിൽ വന്ന് അടിക്കുന്നത്. ആ വചനം യെശയ്യാ 30:19. നിൻ്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും, അവിടുന്ന് അത് കേട്ട് നിനക്ക് ഉത്തരമരുളും. കർത്താവ് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും നൽകിയാലും നിൻ്റെ ഗുരു നിന്നീന്ന് മറഞ്ഞിരിക്കുകയില്ല. നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നീന്നൊരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. ആ വചനം കിട്ടിയപ്പോൾ വളരെ സന്തോഷമായി. ഞാൻ എഴുന്നേറ്റു. അപ്പച്ചൻ ഉറങ്ങിയോ നോക്കി, ഉറങ്ങിയിട്ടില്ല. നേരെ കണ്ണും തുറന്ന് കിടക്കുക. കാരണം അപ്പം തന്നെ എഴുന്നേറ്റ് ആൾ പോവും. ആ രീതിയിലാണ്.
ആ വചനം കിട്ടി. പിറ്റേ ദിവസം ഡോക്ടേഴ്സ് വന്നു. അവർ ചോദിച്ചു, നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താ, നിങ്ങൾ എന്ത് ഡിസിഷനാണ് എടുക്കുന്നത്? ഞാൻ പറഞ്ഞു 2 ദിവസം കൂടി എനിക്ക് വേണം. ഞാൻ മാതാവിനോട് ചോദിച്ചിട്ടേ ഈ 2 ദിവസം ചോദിക്കുന്നത്. ഈ 2 ദിവസത്തിനുള്ളിൽ മാതാവ് എന്തെങ്കിലും എനിക്ക് തരുമെന്ന് എനിക്ക് ഉറപ്പാണ്, അടുത്തൊരു ഗൈഡൻസ് തരുമെന്ന്. പിറ്റേ ദിവസം ഇതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ കിടന്നു. ഞാനൊന്നും മയങ്ങിപ്പോകുന്ന സമയത്ത് ഒരു സ്ത്രീയുടെ ശബ്ദം, പരിശുദ്ധ കൃപാസന മാതാവ എൻ്റെ അടുത്ത് സംസാരിച്ചെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒരു സെൻറ്റൻസാണ് എൻ്റെ ചെവിട്ടിലേക്ക് വരുന്ന, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ. നിനക്കൊരു വൈദികനെ വേണം, ഡെലിവറൻസ് പ്രയർ നടത്തുന്ന ഒരു വൈദികനെ വേണം. ഈ 2 സെൻറ്റൻസാണ് കിട്ടുന്നത്. പിറ്റേ ദിവസം ഡോക്ടേഴ്സ് വന്നു. ഞാൻ പറഞ്ഞു, നാളെ ഞങ്ങൾ ഡിസ്ചാർജ് ആയിക്കോളാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു വൈദികനെയും കണ്ടെത്തി. ഞങ്ങൾ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നു. അപ്പച്ചൻ ആ വയലൻറ്റ് ബിഹേവിയർ കണ്ടിന്യൂ ചെയ്യുന്നു. അന്ന് രാത്രി എൻ്റെ പെങ്ങളും വന്നു. ഞങ്ങൾ 2 പേരും ഉണ്ട്. അപ്പച്ചനെ അവർ 2 പേരും ഒരു മുറി കയറി, അമ്മച്ചിയും പെങ്ങളും ഒരു മുറി കയറി വാതിലടച്ചു, കാരണം പേടിയായിട്ട്. ഞാനവിടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ അന്ന് രാത്രി പിറ്റേ ദിവസം ഒരു ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ വൈദികൻ വന്നു. വൈദികൻ ഒരു ഡെലിവറൻസ് പ്രയർ നടത്തി. വൈദികൻ പോയി. അന്ന് രാത്രി മുതൽ 200 മില്ലിഗ്രാം ക്വിറ്റിപ്പിൻ കഴിച്ചിട്ടും ഉറങ്ങാത്ത എൻ്റെ അപ്പച്ചൻ ഉറങ്ങാൻ തുടങ്ങി. അതിന് 4 ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഈ കൃപാസനത്തിൽ അപ്പച്ചൻ്റെ ഫോട്ടോയുമായിട്ട് വന്നു, ആശുപത്രി കിടക്കുന്ന ഫോട്ടോയുമായി. ഞാനിവിടെ കയറി വരുന്ന ആ സമയം എനിക്ക് മുല്ലപ്പൂവിൻ്റെ ഒരു സുഗന്ധാഭിഷേകം ഉണ്ടായിരുന്നു ഇവിടെ വെച്ച്. ഞാൻ പലരെയും നോക്കി, ആരുമില്ല. അപ്പോൾ മാതാവ് കൂടെ ഉണ്ടെന്നുള്ള കാര്യം ഒന്നും കൂടി ഉറപ്പിച്ചു. ഇവിടെ വന്ന് ജോസഫ് അച്ഛൻ്റെ അടുത്ത് ഫോട്ടോ അച്ഛൻ സൈത്ത് പൂശി മാതാവിൻ്റെ അടുത്ത് കാണിച്ച് അച്ഛൻ അത് വെഞ്ചിരിച്ച് അത് ബ്ലെസ് ചെയ്ത് തന്നു. എന്നിട്ട് അച്ഛനൊന്ന് പുഞ്ചിരിച്ചു, ഒരു വാക്ക് പോലും പറഞ്ഞില്ല. പക്ഷെ അച്ഛൻ്റെ ആ പുഞ്ചിരിയിലുണ്ടായിരുന്നു എനിക്ക് മനസ്സിലായി, നീ പോയിക്കോ, ഒരു കുഴപ്പമില്ല. ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്ന് അന്ന് മുതൽ അപ്പച്ചൻ്റെ ആ വയലൻറ്റ് ബിഹേവിയർ മാറാൻ തുടങ്ങി, പ്രിയപ്പെട്ടവരെ. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയി. 3 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു. അന്ന് അപ്പച്ചനെയും കൊണ്ട് ഇവിടെ വന്നു. ഇവിടെ ഈ ആൾത്താരയിൽ ഇരുത്തി നിന്ന് അപ്പച്ചനെ ജോസഫ് അച്ഛൻ ബ്ലെസ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോയി. അപ്പച്ചൻ്റെ അസുഖം പൂർണ്ണമായിട്ടും എല്ലാ അസുഖങ്ങളും അപ്പച്ചന് മാറിക്കിട്ടി. ഇപ്പോൾ ചെറുതായിട്ടൊരു ഓർമ്മക്കുറവുണ്ട്, ചെറിയ. അത് ചില സമയത്ത് അത് മാത്രമേ ഉള്ളൂ. ഞാൻ പരിശുദ്ധ അമ്മയുടെ നടയിൽ ഒരു ഉടമ്പടി എടുത്ത് ആ ഉടമ്പടിയിലെ ആദ്യത്തെ നിയോഗം അപ്പച്ചന് വേണ്ടി എഴുതി. അമ്മ അത് മാറ്റിയെടുക്കാൻ കണ്ടത് ഒരു മൈൽഡ് സ്ട്രോക്കാണ്. ആ മൈൽഡ് സ്ട്രോക്കിലൂടെ എല്ലാം മാറിക്കിട്ടി എന്നാ എനിക്ക് പറയാൻ പറ്റുള്ളൂ. മിക്ക ദിവസവും അപ്പച്ചൻ പള്ളിയിൽ പോവും. അതുപോലെ തന്നെ കുമ്പസാരിക്കാൻ പോവും. അതുപോലെ തന്നെ TV ഓൺ ചെയ്ത് അവിടെ ഇട്ടുണ്ടെങ്കിൽ പോലും ആ വഴിക്ക് നടന്നു പോകും, അല്ലാണ്ട് അതിലേക്ക് തിരിഞ്ഞു നോക്കില്ല. അതുകൂടാതെ ഇവർ 2 പേരും 2 മുറിയിലാണ്. കാരണം ഈ AC-യുടെ പ്രശ്നമുള്ളതുകൊണ്ട് ഇന്ന് 2 പേരും ഒരു മുറിയിലാണ്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഇതാണ് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. 2ാമത്തെ സാക്ഷ്യം എൻ്റെ മകനാ. എനിക്ക് 3 കുട്ടികളാണ്. അവൻ ചെറുപ്പത്തിലേ മുതൽ അവന് ചില വാക്കുകൾ പ്രൊനൗൺസ് ചെയ്യാനും അതുപോലെ സെൻറ്റൻസുകൾ പറയാനും കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഉടമ്പടി എടുത്തപ്പോൾ 2ാമത്തെ നിയോഗമായിട്ട് വെച്ചത് ഈ ഒരു കാര്യമോ, മകൻ്റെ കാര്യമോ. അപ്പോൾ ഇവിടുന്ന് ഞാൻ ഉടമ്പടി എടുത്ത് തിരിച്ചു പോയി. എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കഴിയുമ്പോൾ എല്ലാവരുടെയും നെറ്റിയിൽ ഉടമ്പടി തൈലം പൂശിക്കൊടുക്കും. അതുപോലെ തന്നെ തേനും ഉപ്പും കൊടുക്കും. പക്ഷെ ഇവൻ്റെ നാവിൽ മാത്രം ഞാൻ ആ തൈലം കുരിശാകൃതിയിൽ കുരിശായി വരച്ചിട്ട് പറയും, അമ്മ ഇവൻ്റെ നാവിൻ്റെ കെട്ടഴിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. അത്രയും ചെയ്തോളൂ. അത് കഴിഞ്ഞപ്പോൾ അവന് ഒരുപാട് ഇമ്പ്രൂവ് ആയി ആൾ. ഇനിയും പൂർണ്ണമായിട്ടും അമ്മ മാതാവ് സൗഖ്യം നൽകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞങ്ങൾ ഇവിടുന്ന് പത്രം കൊണ്ടുപോകും. ജർമ്മനും ഇംഗ്ലീഷും മലയാളവും കൊണ്ടുപോകാറ്. ഞങ്ങൾ കുടുംബമായിട്ടാണ് ഓരോ വീടുകളിലും പോകാറ്. ഭാര്യ ഉണ്ടാവും, 3 മക്കളും ഉണ്ടാവും, ഞാനും ഉണ്ടാവും. അങ്ങനെയാണ് ഞങ്ങൾ പത്രം കൊടുക്കാറ്. ഇവിടെ നിന്ന് നേർച്ച വസ്തുക്കൾ കൊണ്ടുപോകാറുണ്ട്. അത് എല്ലാ മക്കൾക്കും കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നേഴ്സുമാരെ കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്, പഠിപ്പിക്കുന്നുണ്ട് കുറേ നേഴ്സുമാരെ. അതുപോലെ തന്നെ ഡയാലിസിസ് കുറച്ച് പേഷ്യൻസിനും അതുപോലെ ക്യാൻസർ പേഷ്യൻസിനും അങ്ങനെ ചാരിറ്റി പോലെ അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ എനിക്ക് ചെയ്യാൻ ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ബൈബിൾ വായിക്കുന്ന കാര്യം ഇതെല്ലാം ആഴപ്പെട്ടു പോയി. ഒരു അരമണിക്കൂർ ആദ്യമൊക്കെ വായിച്ചുകൊണ്ടിരുന്നത്, പിന്നെ അത് നീണ്ടുപോകാൻ തുടങ്ങി. നമ്മൾ ആഴത്തിൽ പഠിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പ്രത്യേകമായിട്ടും ഞാൻ ചെയ്യുന്നൊരു കാര്യം ആത്മാക്കൾക്ക് വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയാണ്. അതിന് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ സ്വിറ്റ്സർലൻഡിൽ 2 അച്ഛന്മാരെ കണ്ടുപിടിച്ചു.
അവിടെ പഠിക്കാൻ വരുന്ന അച്ഛന്മാരുണ്ട് PhD ചെയ്യാനായിട്ട്. ആ വൈദികരോട് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് കുർബാന പണം തരാം. എനിക്ക് 4-5 ദിവസം 5 കുർബാന മിനിമം ഒരാഴ്ചയിൽ എനിക്ക് നിങ്ങൾ ചെല്ലണം. അങ്ങനെ മൊത്തം 10 കുർബാന. ഈ 10 കുർബാന നിങ്ങൾ ചെല്ലുക. ഞാൻ ആ ദിവസം അതിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ അഡ്വാൻസ് ആയിട്ട് കൊടുക്കും അവർക്ക്. അതിൻ്റെ ഇൻറ്റൻഷനും എഴുതും. ആ ഇൻറ്റൻഷൻ ശുദ്ധീകരണ സ്ഥലത്തിൽ പ്രാർത്ഥിക്കാൻ ആരോരുമില്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. ചില സമയത്ത് ആ ഇൻറ്റൻഷൻ മാറും. ഇപ്പോൾ ഈ അഹമ്മദാബാദിലൊരു ഫ്ലൈറ്റ് വീണു, അപ്പോൾ 260 പേര് ആ ആത്മാക്കൾക്ക് വേണ്ടിയാണ് ആ ആഴ്ചയിലത്തെ കുർബാന കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഇവർക്ക് വേണ്ടി കാഴ്ചവെക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അന്നത്തെ കുർബാന ഞാൻ കാണുകയും ചെയ്യും. ഉപവസിച്ചുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. ഇതാണ് കാരുണ്യ പ്രവൃത്തികളായിട്ടും ചെയ്യുന്നത്. പ്രത്യേകിച്ചും പരിശുദ്ധ അമ്മയും ഈശോയും ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൊടാനുകോടി ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.